ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരി റെസിപ്പിയാണ്. ഈ ഒരു കറി മതി നമുക്ക് വയറ് നിറയെ ചോറിന്. എരിവ്, പുളി, മധുരം ഈ രസങ്ങളെല്ലാം യോജിച്ച് വരുന്ന മാമ്പഴ പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി നിറയെ നാരുകളുള്ള ഇതുപോലത്തെ നാട്ടുമാങ്ങയാണ് നല്ലത്. ഈ മാങ്ങയ്ക്ക് നല്ല മധുരവും നല്ല മണവും ഉള്ളിൽ നിറയെ നാരുകളുമാണ്. 6 നാട്ടുമാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ 1 കപ്പ് ചിരകിയ തേങ്ങ, തൈര്, പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കണം, കറിവേപ്പില. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അടുത്തതായിട്ട് ഈ മാങ്ങ തൊലി കളഞ്ഞെടുക്കണം. അതിനായി കത്തി കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ ഇതുപോലെ നമുക്ക് മാങ്ങയുടെ തൊലി കളഞ്ഞെടുക്കാം. ഈ ടൈപ്പ് മാങ്ങയുടെ ഉള്ളിൽ നിറയെ നാരുകളാണ്. ചെറിയ വലിപ്പമേ അതുണ്ടാവുള്ളൂ. അതുപോലെ നല്ല മണവും നല്ല മധുരവും ഉണ്ടാവും. മാങ്ങ എടുക്കുമ്പോൾ ഇതുപോലത്തെ മാങ്ങ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാങ്ങയെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് മാങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള പച്ചമുളകാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. മാങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി. കൂടുതൽ വെള്ളം ചേർക്കേണ്ട. ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല ഇത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം മാങ്ങ കുക്കാകുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഒരു 8-10 മിനിറ്റിനുള്ളിൽ മാങ്ങ കുക്കാകും. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. മാങ്ങ കുക്കാകുന്ന ടൈം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി 1 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില 3 ഇല മതി. അതുപോലെ 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഇതെല്ലാം തേങ്ങയിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി മാങ്ങ കുക്കായെന്ന് നമുക്ക് നോക്കാം. മാങ്ങ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. മാങ്ങയുടെ മധുരം അനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്തണം. അടുത്തതായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കറി നന്നായിട്ട് തിളച്ച് അരപ്പൊക്കെ ഒന്ന് കുക്കാകണം. 2 മിനിറ്റ് തിളച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ കറി നല്ല ചൂടാണ്. ചൂട് ലൈറ്റായിട്ട് കുറഞ്ഞിട്ടേ നമുക്ക് തൈര് ആഡ് ചെയ്യാവൂ. ഇപ്പോൾ ചൂട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ അടിച്ചെടുത്ത തൈരാണ്. പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി കറിയിലേക്കൊന്ന് വറുത്തിടണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടിയതിന് ശേഷം 3 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇനി ഇതെല്ലാം കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് 5 മിനിറ്റ് അടച്ചു വെക്കണം. മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. 4-5 മണിക്കൂറിന് ശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഇത് തയ്യാറാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണം. ഇതുപോലത്തെ മാങ്ങ കിട്ടിയില്ലെങ്കിൽ സാധാ മാങ്ങ വെച്ചും ചെയ്യാവുന്നതാണ്. പക്ഷേ ടേസ്റ്റിലും മണത്തിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. കൂടാതെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ചാനലൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്.